In the following question, select the related letter pair from the given alternatives. ഒരു ലെറ്റർ പെയർ ഓൾറെഡി തന്നിട്ടുണ്ട്, അതേ സെയിം റിലേഷനിൽ നിൽക്കുന്ന ലെറ്റർ പെയർ താഴെ ഇരിക്കുന്ന 4 ഓപ്ഷൻസിൽ ഏതാണ് കണ്ടെത്തണം. അത്രയേ ഉള്ളൂ. അതിന് പൊസിഷൻ നമ്പേഴ്സ് നോക്കിയാൽ മതി. കെയുടെ പൊസിഷൻ്റെ വാല്യൂ എത്രയാ? K11 കിളവൻ എന്നൊക്കെ വെച്ച് ആലോചിച്ച് വെച്ചോട്ടോ. K11 W 23 F 6 6 18 6 റൈറ്റ്സ് ഒക്കെ നമുക്ക് കിട്ടുന്ന 18ാമത്തെ വയസ്സിലല്ലേ? അങ്ങനെയൊക്കെ ആലോചിച്ച് വെച്ചോ. ഇതിൽ ഫസ്റ്റ് ലെറ്ററും ഇതും തമ്മിൽ നോക്കുകയാണെങ്കിൽ 11 നിന്ന് 6 എത്താൻ -5 23ഉം 18ഉം തമ്മിൽ രണ്ടാമത്തെ ലെറ്റേഴ്സ് തമ്മിൽ എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ? 23 18 എത്താൻ എത്രയാ? അവിടെയും -5 സോ ഈ സെയിം ഓർഡറിലുള്ള വേറെ ക്വസ്റ്റ്യൻസ് ഉണ്ടോ നോക്കിയാൽ മതി. സോ അതിന് മുന്നേ മുഴുവനും ചെയ്യാതെ കിട്ടുമോ നോക്കാം. ഓടെ പൊസിഷൻ വാല്യൂ എത്രയാ? 15. സീഡ് എത്രയാ? 3. വ്യത്യാസം 5 ആണോ? അല്ല. സോ അതിലോട്ടേക്ക് പോകണ്ട, വിടാം. ഏടത് 1 അല്ലെങ്കിൽ 27 എന്ന് പറയണേ, രണ്ടും മനസ്സിൽ വരണം. B 2 ആണ്. സോ ഇത് തമ്മിലുള്ള വ്യത്യാസം -5 ആണോ? അല്ല, അതും വിടാം. B 2 ആണ്. W 23 ആണ്. അല്ല, എന്തുകൊണ്ട് രണ്ടാമത്തെ നോക്കിയില്ല എന്നുള്ളൊരു ചോദ്യമുണ്ട്. കാരണം ആദ്യത്തേത് ഫോളോ ചെയ്താൽ രണ്ടാമത്തേത് ചിന്തിച്ചാൽ മതി. അതുകൊണ്ടാണ്. ബിയുടേത് 2 ആണ്, 23. ഇതും -5 അല്ല ആദ്യത്തെ തമ്മിലുള്ള വ്യത്യാസം. അടുത്തത് I 9 ആണ്, D 4 ആണ്. യെസ്, രണ്ടും തമ്മിൽ -5ൻ്റെ വ്യത്യാസം. അടുത്തത് U 21 ആണ്, P 16 അങ്ങനെയൊക്കെ ആലോചിച്ച് വെച്ചോ. അപ്പോൾ രണ്ടും തമ്മിലുള്ളത് ഡിഫറൻസ് -5. സോ ഓപ്ഷൻ ഡി. ആക്ച്വലി 3 കിട്ടിയിട്ടില്ലെങ്കിൽ കോൺഫിഡൻ്റ് ആണ് എങ്കിൽ 4ാമത്തേത് കൊടുത്താം. അടുത്ത ക്വസ്റ്റ്യനിലോട്ടേക്ക് വരാം. ബ്ലഡ് റിലേഷൻ ബേസ് ചെയ്തുകൊണ്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ആദ്യമായിട്ട് കാണുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് കുറച്ച് കുഞ്ഞ് ബേസിക് പറയാം. ഇല്ലാത്ത ആളുകൾ ഒന്ന് ഫോർവേഡ് ചെയ്ത് മുന്നോട്ടേക്ക് വെച്ചാൽ മതി. ഇതിന് ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. മെയിൽ ഫീമെയിൽ കൺസിഡർ കാണിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത്, മെയിൽ ആണ് എങ്കിൽ ഒന്നുകിൽ റെക്റ്റാങ്കിൾ യൂസ് ചെയ്യും, അല്ലെങ്കിൽ പ്ലസ് എന്നിടും. ഫീമെയിൽ ആണ് കാണിക്കുന്നതെങ്കിൽ സർക്കിൾ യൂസ് ചെയ്യും, അല്ലെങ്കിൽ നെഗറ്റീവ് എന്ന് കാണിക്കും. ഏതാണോ നിങ്ങൾക്ക് ഓക്കെ ആണെന്നത് ചെയ്യാം. ദെൻ കുറച്ച് റിലേഷൻസ് ആണ്. ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഞാൻ ഫെമിലർ ആയിട്ടുള്ള സ്ക്വയർ ആൻഡ് സർക്കിളിലാണ് അതിൽ ചെയ്യുകയാണ്. ഹസ്ബൻഡ് ആൻഡ് വൈഫ്, ഇതൊരു മെയിലാണ്, ഇത് ഫീമെയിലാണ്. അത് കാണിക്കാൻ വേണ്ടിയിട്ട് ഡബിൾ ബോണ്ട്, ഭാര്യ ഭർത്തൃബന്ധം സ്ട്രോങ് ആണെന്ന് കാണിക്കാൻ. പിന്നെ ഒരു ചെറിയൊരു കണ്ടീഷൻ കൂടെ ഇവിടെ ഉണ്ട്. ഇതുവരെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഈ തരത്തിലുള്ള ക്വസ്റ്റ്യൻസിലുള്ള വിവാഹ ബന്ധങ്ങൾ മുഴുവൻ സ്ത്രീ പുരുഷ വിവാഹങ്ങൾ മാത്രമാണ്. അപ്പോൾ മീൻസ് ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയെ കല്യാണം കഴിച്ചു, ഇത് മെയിലാണെന്ന് പറഞ്ഞാൽ മറ്റേത് നമ്മൾ ചിന്തിച്ചോളണം അത് ഫീമെയിൽ തന്നെയാണ്. ഇനി 2 സഹോദര ബന്ധം കാണിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ 2 സഹോദരങ്ങൾ സിബ്ലിങ്സ് തമ്മിലുള്ള ബന്ധം കാണിക്കാൻ വേണ്ടി നമ്മൾ സിംഗിൾ ലൈൻ സ്ട്രെയിറ്റ് ആയിട്ട് കാണിക്കും. ഇങ്ങനെ കാണിക്കാം. ഇത് ഇദ്ദേഹത്തിനൊരു ബ്രദർ ഉണ്ടെന്ന് കാണിക്കാം. ഇതാ ഇങ്ങനെ. ഓക്കെ. ഇനിയിപ്പോൾ ഇതിൻ്റെ ഉള്ളിലോട്ടേക്ക് ജനറേഷൻ ഗ്യാപ്പിൻ്റെ ഒരു കാര്യം മാത്രമേ നമുക്ക് ചിന്തിക്കേണ്ടതായിട്ടുള്ളൂ. ജനറേഷൻ ഗ്യാപ്പ് കാണിക്കാൻ ടോപ്പിൽ നിന്ന് താഴോട്ടേക്ക് അങ്ങനെ എഴുതി കാണിക്കും. സോ ഇവിടെ ഒരു വ്യക്തിയുണ്ട്, ഒരു മകൻ, അദ്ദേഹത്തിനൊരു അമ്മ. ഇതേതാ? ഇത് പ്രസൻറ്റ് ജനറേഷനായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നു. ഇദ്ദേഹത്തിൻ്റെ അമ്മ മദർ, സർക്കിൾ ലേഡി ആണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ടാണ്. അമ്മ ഓൾഡ് ജനറേഷൻ. ഇദ്ദേഹത്തിനൊരു മകളുണ്ട്, മകള് ന്യൂ ജനറേഷൻ. ഇതിങ്ങനെ കാണിക്കും. ഇനി ഈ വ്യക്തിക്ക് ഒരു ഭാര്യ ഉണ്ടെന്നുണ്ടെങ്കിൽ എങ്ങനെ കാണിക്കുക? ഇതാ ഇത്രയേ ഉള്ളൂ, കാണിക്കുന്നു. ഡബിൾ ബോണ്ടാണ്. ഇനിയിപ്പോൾ ഇതാ ഈ പെൺകുട്ടിക്ക് ഒരു സഹോദരൻ ഉണ്ടായിരുന്നെങ്കിൽ എങ്ങനെ കാണിക്കും? സിംഗിൾ ബോണ്ടിൽ ഇത്രയും കാണിക്കും. ദാറ്റ്സ് ഓൾ. അറിയുന്ന ആളുകൾ ഈ പാർട്ടുകളൊക്കെ ഒന്ന് സ്കിപ്പ് ചെയ്ത് വിട്ടെ. ഇനി ഇതിൽ നിന്ന് ഇതാ ഓരോരോ സൈന് തന്നിട്ടുണ്ട്, അതിനോരോ മീനിങ് കൊടുത്തിട്ടുണ്ട്. I cross J means I is the mother of J. എന്നുവെച്ചാൽ ക്രോസിൻ്റെ മീനിങ് I എന്ന് പറയുന്നത് ജെയുടെ മദറാണ്. ഇത് മാത്രം ഞാൻ ഇങ്ങോട്ടേക്ക് എഴുതുകയാണ്. I cross J means I is the mother of J. ഇത്രയേ ഉള്ളൂ, പറഞ്ഞിട്ടുള്ളൂ. ജെയുടെ ജെൻഡർ നമുക്ക് അറിയില്ല, മദർ അമ്മയാണെന്നുള്ളത് കൊണ്ട് മാത്രം. ജസ്റ്റ് ഒന്ന് ലാസ്റ്റിലത്തെ ഒരു ഓപ്ഷൻ കൂടെ ഞാൻ ഇങ്ങോട്ട് കാണിച്ചു വെക്കുകയാണ്. I minus J means I is a brother of J. I എന്ന് പറയുന്നത് ജെയുടെ ബ്രദറാണ്. ജെൻ്റെ ജെൻഡർ എന്താണെന്നുള്ളത് നമുക്കറിയില്ല, പക്ഷെ I ബ്രദറാണ്. ഇത്രയും മാത്രമേ ഉള്ളൂ. സോ അതിന് നമുക്ക് ഈ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാം. ഇതൊന്ന് ഇവിടത്തോട്ടേക്ക് ഞാനൊന്ന് മാർക്ക് ചെയ്ത് വെക്കുകയാണ് ഈസിനെസ്സിന് വേണ്ടിയിട്ട്. ഡിവൈഡഡ് ബൈ സിസ്റ്ററാണ്.
പ്ലസ് എന്ന് കാണിക്കുന്നത് എന്താ? ഹസ്ബൻഡാണ് ഇൻറ്റു മദറാണ്. ചെയ്യാനുള്ളൊരു സൗകര്യമായി. ഇനിയിപ്പോൾ ഇതിൽ നിന്ന് അങ്ങ് ചെയ്ത് വന്നാൽ പോരെ, ഓരോന്നോരോ 1 by 1 ഇങ്ങോട്ടേക്ക് നോക്കേണ്ട കാര്യമില്ലല്ലോ. ക്യൂ ഈസ് ദ സിസ്റ്റർ ഓഫ് അല്ലേ? ക്യൂ ഈസ് ദ സിസ്റ്റർ ഓഫ് എസ്. ക്യൂ എന്ന് പറയുന്നത് എക്സിൻ്റെ സിസ്റ്ററാണ്. എക്സിൻ്റെ ജെൻഡർ അറിയില്ല, ക്യൂ സിസ്റ്ററാണ്. എക്സ് ഈസ് ദ ഹസ്ബൻഡ് ഓഫ് വൈ. എക്സ് ഒരു ഹസ്ബൻഡാണ്. ആരുടെ? വൈയുടെ. സോ നമ്മൾ ഡബിൾ ബോണ്ട് യൂസ് ചെയ്തു. പറഞ്ഞിട്ടുണ്ട് മാരേജ് സ്ത്രീയും പുരുഷനും തമ്മിലുള്ള മാരേജ് ഉള്ളു. സോ വൈ ഇവിടെ തന്നെ വന്നു. വൈ ഈസ് ദ മദർ ഓഫ് സെറ്റ്. വൈ എന്ന് പറയുന്നത് സെഡിൻ്റെ മദറാണ്. സെഡിൻ്റെ ജെൻഡർ എന്താണെന്ന് അറിയില്ല. ദാറ്റ്സ് ഓൾ. നമുക്ക് ബാക്കി ക്വസ്റ്റ്യൻ ഉണ്ടോ? ഹൗ ക്യൂ റിലേറ്റഡ് ടു സെഡ്. ക്യൂ ഇതാ ഇവിടെ കിട്ടുന്നുണ്ട്, സെഡ് ഇതോ ഇവിടെ ഉണ്ട്. ക്യൂവും സെഡും തമ്മിലുള്ള റിലേഷൻ എന്താ? സെഡിൻ്റെ അമ്മയും അച്ഛനും, അച്ഛൻ്റെ സഹോദരിയാണ് ക്യൂ. ഓപ്ഷൻ ഉണ്ടോ? ഫാദേഴ്സ് സിസ്റ്റർ. കഴിഞ്ഞു, ഇത്രയേ ഉള്ളൂ. Which of the following letter number cluster will replace the question mark in the given series? ആൽഫാന്യൂമറിക് സീരീസ് ആണ്. ഇതിൻ്റെ കോഡൊന്ന് ഡീകോഡ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ സിമ്പിളായിട്ട് കഴിയുന്നതാണല്ലോ. സോ ഒന്ന് നോക്കിയാൽ മതി. ഫസ്റ്റ് ഓരോന്ന് തമ്മിൽ എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ, ലെറ്റേഴ്സ് തമ്മിലും നമ്പേഴ്സ് തമ്മിൽ റിലേഷൻ ഉണ്ടോ എന്നുള്ളത് ഒന്ന് കൺസിഡർ ചെയ്താൽ ഓക്കെയാണ്. ഒന്ന് നോക്കാം. ഫസ്റ്റ് ലെറ്റർ ടി, യു, വി, ഡബ്ല്യു, എക്സ്. സോ വൈ. അതിന് പൊസിഷൻ നമ്പേഴ്സ് ഒന്നും എഴുതാണ്ട് തന്നെ കിട്ടി. ജെയുടെ പൊസിഷൻ വാല്യൂ എത്രയാ? 10. ജെട്ടെന്നൊക്കെ ആലോചിച്ച് വെച്ചോ. എൽ 12, എൻ നവംബർ 14 14, പി 16, ആർ റൈറ്റ്സ് 18. എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ? 2 ആഡ് ചെയ്ത് വരുന്നുണ്ടല്ലോ. 10, 12, 14, 16, 18. 20ാമത്തെ ലെറ്ററാണ് നമുക്ക് ഇവിടെ വേണ്ടത്. 20ാമത്തെ ലെറ്റർ ടി, 2020 ആലോചിച്ച് വെച്ചോ. 3ാമത്തെ ലെറ്റർ എം 13, പി 16, എസ് 19, വി 22, വി ഫോർ വിക്ടറി 22. അങ്ങനെ ആലോചിച്ച് വെച്ചോ. വൈ 25. സോ നോക്കുന്ന സമയത്ത് എന്താ? 13, 16, 19, 22, 25. 3 ആഡായി വരികയല്ലേ ചെയ്യുന്നത്. 25ൻ്റെ കൂടെ 3 ആഡ് ചെയ്താൽ എന്താ കിട്ടുന്നത്? 28ാമത്തെ ലെറ്റർ കിട്ടണം. 28ാമത്തെ ലെറ്റർ ഉണ്ടോ? 26 സെറ്റ് കഴിഞ്ഞാൽ എനെ നമുക്ക് 27ാമത്തെ ലെറ്ററും ബീനെ നമുക്ക് 28ാമത്തെ ലെറ്ററായിട്ട് അങ്ങ് വെച്ചൂടെ. സോ ഇവിടെ ബി 28ലെ ലെറ്റർ കിട്ടി. ഫൈനൽ എന്താ? 10, 12, 14, 16, 18. റിലേഷൻ ഒന്നും പറയണ്ടെന്ന് വിചാരിക്കുകയാണ്. അടുത്തത് 20. 2 ആഡായി വരികയാണ്. വൈ ടി ബി 20. വൈ ടി ബി 20. ഓപ്ഷൻ സി. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. ഫ്രം ദ ഗിവൺ ഓപ്ഷൻ ഫിഗർ സെലക്ട് ദ വൺ ഇൻ വിച്ച് ദ ക്വസ്റ്റ്യൻ ഫിഗർ ഈസ് ഹിഡൻ ഓർ എംബഡഡ്. റൊട്ടേഷൻ ഇസ് നോട്ട് അലൗഡ്. ആദ്യമായിട്ട് കാണുന്ന ആളുകൾക്ക് മാത്രം ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും, അല്ലെങ്കിൽ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഇതാ ഇവിടെ ഒരു കുഞ്ഞി പാർട്ട് പീസ് തന്നിട്ടുണ്ട്. അത് ഈ തന്നിരിക്കുന്ന 4 ഓപ്ഷൻസ് ഉണ്ട്. അതിൻ്റെ ഉള്ളിൽ എവിടെ നിന്നാണ് ഈ ഒരു പീസ് ഇതിൻ്റെ ഉള്ളിൽ എംബഡഡ് ആയിട്ട് കിടക്കുന്നത് അത് കണ്ടുപിടിക്കുക എന്നുള്ളത്. ഒറ്റൊരു കണ്ടീഷൻ മാത്രമേ ശ്രദ്ധിക്കേണ്ടുള്ളൂ. റൊട്ടേറ്റ് ചെയ്യരുത്. ഇത് എങ്ങനെയാണോ ഉള്ളത് അതേപോലെ തന്നെ അതിൻ്റെ ഉള്ളിൽ അവൈലബിൾ ആയിരിക്കണം. സോ ഇതിലോട്ടേക്ക് നോക്കുന്ന സമയത്ത് ഇതാ ഇങ്ങനെ ഒരു പീസ് ഇതാ ഓപ്ഷൻ എൻ്റെ ഉള്ളിൽ തന്നെ കിട്ടുന്നുണ്ടോ? കിട്ടുന്നുണ്ട്. ഇതാ ഇവിടെ ആ പീസ് കിട്ടിയില്ലേ? സെയിം സാധനമല്ലേ തന്നിരിക്കുന്നത്. സോ ഓപ്ഷൻ എ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. ഇൻ എ സർട്ടൻ കോഡ് ലാംഗ്വേജ് ലാംപ് ഈസ് കോഡഡ് എസ്. ഒരു കോഡ് തന്നിട്ടുണ്ട്. വാട്ട് ഈസ് ദ കോഡ് ഫോർ ലോക്സ്? കോഡിങ് ഡീകോഡിങ്ങിൽ വരുന്നതാണ്. സോ ഇത് തമ്മിലുള്ള റിലേഷൻ എന്താണെന്ന് നോക്കി അടുത്ത വേർഡ് നമുക്ക് കണ്ടുപിടുത്താം. LAMP. ഇതാണ് നമുക്ക് തന്നിട്ടുള്ളൊരു വേർഡ്. അതിന് തന്നിട്ടുള്ള കോഡ് എന്താ? IWJL. സോ ഇതിന് വേണ്ടിയിട്ട് പൊസിഷൻ വാല്യൂസ് എഴുതി നോക്കുക, അത്രയേ ഉള്ളൂ. എല്ലിൻ്റെത് 12, എനെ നമുക്ക് 1 അല്ല 27 എന്ന് എഴുതണം. ഞാൻ പറഞ്ഞിട്ടുണ്ട്. എം 13. ഓർത്ത് വെക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. 3 തിരിച്ചിട്ട പോലെയല്ലേ. 10ന് മുൻപേ 20, 10ന് ശേഷം 20ന് മുൻപേ. പി 16. അങ്ങനെ ആലോചിച്ച് വെച്ചോ. I 9, W 20ന് ശേഷം 3 പോലുള്ളൊരു ടേം അല്ലേ, 23 ആണ് വരുന്നത്. J10, L 12. ഇനി തമ്മിലുള്ള റിലേഷൻ പൊസിഷൻ വാല്യൂസ് നോക്കുന്ന നേരം ഇവിടെ എന്താ ഉള്ളത്? 12ഉം 9ഉം തമ്മിൽ -3 അല്ലേ.
27 നിന്ന് ഇതെത്ര 23 -4 അല്ലേ ഈ തന്നിരിക്കുന്നത്. സോ M 13 J 10 -3 P 16 L 12 16 നിന്ന് എത്ര കുറച്ചാലാ 12 -4. സോ തന്നിരിക്കുന്ന എന്താ ഇതിൻ്റെ കോഡ് നമ്മൾ വൃത്തിക്ക് ഡീകോഡ് ചെയ്ത് കഴിഞ്ഞേ എന്താ -3 -4 -3 -4 എന്ന് പറഞ്ഞുകൊണ്ട് വരുന്ന ഒരു ഡീകോഡിംഗ് ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. സോ ഇനി തന്നിരിക്കുന്ന വേർഡ് നമുക്ക് അതേപോലെ ചെയ്തൂടെ. LOGS ആണ് തന്നിട്ടുള്ളത്. L 12 ആണ്, O 15, G7, S 19. ഇതിൽ നിന്ന് നമ്മളത് എന്ത് ചെയ്യണം? ആദ്യത്തേയിൽ നിന്ന് -3 ചെയ്യണം, രണ്ടാമത്തേയിൽ നിന്ന് -4 ചെയ്യണം, മൂന്നാമത്തേതിന് എഗെയിൻ -3 ചെയ്യണം, നാലാമത്തതിൻ്റെ മുകളിൽ -4 ചെയ്യണം. ഓക്കെ. 12 -3 9, 15 -4 11, 7 -3 എത്രയാ 4, 19 4 കുറച്ച് എത്രയാ 15. ഇനി ഇതിൻ്റെ ലെറ്റേഴ്സ് അങ്ങോട്ട് എഴുതിയാൽ പോരെ. 9 ഏതാ I, 11 K പറഞ്ഞിട്ടുണ്ടേ, K11 കളവൻ, D നാലാമത്തത്, 15ാമത്തത് O. IKDO എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ടോ? ഓപ്ഷൻ D കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. ഇൻ എ സർട്ടൺ കോഡ് ലാംഗ്വേജ് ഫോഴ്സ് ഈസ് കോഡഡ് ആസ് ഒരു കോഡ് തന്നിട്ടുണ്ട്, ഗെയിം ഈസ് കോഡഡ് ആസ് ഒരു കോഡ് തന്നിട്ടുണ്ട്, ഫോറം ഈസ് കോഡഡ് ആസ് മറ്റൊരു കോഡ് തന്നിട്ടുണ്ട്. വാട്ട് ഈസ് ദ കോഡ് ഫോർ C ഇൻ ദ കോഡ് ലാംഗ്വേജ്? ഇതാ ഇവിടെ ഒരു C എന്ന് തന്നിട്ടുണ്ട്. അതിൻ്റെ കോഡ് ലാംഗ്വേജ് എന്താണ്? സിമ്പിളാണ് ക്വസ്റ്റ്യൻ. ഓരോന്നൊരു കോഡ് ഒന്ന് ജസ്റ്റ് ഡീകോഡ് ചെയ്തെടുത്താൽ മതി. ഒന്ന് ഇങ്ങോട്ടേക്ക് മാറ്റി എഴുതാം. ഫോഴ്സ് FORCE എന്താ തന്നിരിക്കുന്നത്? ഫോഴ്സ് 83052. ഗെയിം GAMES എന്താ 42761. ഫോറം FORUM അതിനെന്താ തന്നിരിക്കുന്നത്? 08957. നമ്മളോട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ എന്താ? C എന്ന് പറയുന്നതിൻ്റെ തന്നിരിക്കുന്ന ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ഏത് നമ്പറാണ് അവർ കോഡായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. സോ ഇതിൻ്റെ അഡ്വാൻറ്റേജസ് ഒക്കെ നമുക്ക് എടുക്കാം. ഈ രണ്ട് ടേമുകൾ നോക്കുന്ന സമയത്ത് FOR എവിടെ കിടക്കുന്നുണ്ട്, FOR എവിടെ കിടക്കുന്നുണ്ട്, വിച്ച് മീൻസ് രണ്ട് വേർഡിനുള്ളിൽ കോമൺ ആയിട്ട് 3 നമ്പേഴ്സ് കൂടെ കാണൂലേ. അത് നമ്മൾ അങ്ങ് വെട്ടിക്കളയാണ്. 8 ഇവിടെ ഉണ്ട്, 8 ഇവിടെ ഉണ്ട്, 5 ഇവിടെ ഉണ്ട്, 5 ഇവിടെ ഉണ്ട്, 0 ഇവിടെ ഉണ്ട്, 0 ഇവിടെ ഉണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ളത് സിയും ഇയും ആണ്. ഈ വേറെ ഇതിലുണ്ടോ? ഇതിലില്ല. രണ്ടാമത്തെ വേർഡിലുണ്ടോ? രണ്ടാമത്തെ വേർഡിലുണ്ട് ഈ, വിച്ച് മീൻസ് ഈ നമുക്ക് ഇതാ ഈ വെട്ടിക്കളയാം. അതേ സെയിം ആയിട്ട് വരുന്ന 2 നമുക്ക് വെട്ടിക്കളയാം. ഫൈനൽ ഇതാ ഇവിടെ ഒരു 3 മാത്രമാണ് ബാക്കി കിടക്കുന്നത്. ഈ 3 എന്ന് പറയുന്നതാണ് സിൻ്റെ കോഡ്. സിക്ക് വേണ്ടി ഇപ്പോൾ ഉപയോഗിച്ചിരിക്കുന്ന കോഡ് ഏതാണെന്ന് ചോദിച്ചാൽ 3. ഓപ്ഷൻ ഏതാ വരുന്നത്? ഓപ്ഷൻ D ആണ് ആൻസർ. കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ. ഇത് ഡൈസ് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നോക്കാം, ക്വസ്റ്റ്യൻ വായിക്കുക. 4 ഡിഫറെൻറ്റ് പൊസിഷൻ ഓഫ് ദ സെയിം ഡൈസ് ആർ ഗിവൺ ബിലോ, ഫൈൻഡ് ദ നമ്പർ ഓഫ് ഓപ്പോസിറ്റ് ഓഫ് 23. ഒരു ഡൈസ് 4 രീതിയിൽ മറച്ചു വെച്ചിട്ടുള്ള ഒരു ഫിഗർ ആണ് ഇവിടെ തന്നിട്ടുള്ളത്. 4 ഫിഗേഴ്സ് ഉണ്ട്. ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ 23ക്ക് ഓപ്പോസിറ്റ് ആയിട്ട് നിൽക്കുന്ന ഫേസ് ഏതായിരിക്കും എന്നുള്ളതാണ്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഒരുപാട് ഇങ്ങനെ മൈൻഡിലിട്ട് തിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈ ചില ആളുകൾക്ക് മറ്റേ 3D വ്യൂലോട്ടൊക്കെ എടുക്കാൻ പറ്റുന്ന ആളുകളുണ്ടാവും. ഓക്കെ ഫൈൻ, നമുക്ക് സിമ്പിളായിട്ടുള്ള മെത്തേഡിൽ ഉപയോഗിക്കും. ഞാനിതാ ഈ ഫിഗറും എടുക്കുന്നു, ഈ ഫിഗറും എടുക്കുകയാണ്. ഈ 2 ഫിഗേഴ്സിൻ്റെ ഉള്ളിൽ കോമൺ ആയിട്ട് കിടക്കുന്നത് 25 അവൈലബിൾ ആണ്. ഇവിടെയും 25 അവൈലബിൾ ആണ്. ഈ തരത്തിൽ നമ്മൾ വരുന്ന സമയത്ത് ഉപയോഗിക്കുന്നത്. ഇത് ഞാനിതാ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ഇങ്ങോട്ടേക്കും എഴുതും. 25 22 23. ഇതും ഏതാണോ കോമൺ ആയിട്ടുള്ളത് അത് മുതൽ ഞാൻ ക്ലോക്ക് വൈസ് ഡയറക്ഷനിലോട്ടേക്ക് എഴുതും. 25 21 24. ഇപ്പോൾ ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ ഇത് രണ്ടും ഓപ്പോസിറ്റ് പെയേഴ്സ് ആണ്. ഇത് രണ്ടും ഓപ്പോസിറ്റ് ഫേസസ് ആയിരിക്കും. ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ എന്താ? 23യുടെ ഓപ്പോസിറ്റുള്ള ഫേസ് ഏതാണെന്നുള്ളതല്ലേ. 24 കിട്ടി. ഇനിയിപ്പോൾ ഞാൻ വേറെ ഏതെങ്കിലും ഒരു മെത്തേഡോട്ട് കാണിച്ചു തരാം. ഇതിന് പകരം ഞാൻ എടുക്കുന്നത് ഈ ഒരു ഫിഗറും എടുക്കുകയാണ്, ഈ ഒരു ഫിഗറും എടുക്കുകയാണ്. ഈ 2 ഡൈസാണ് ഞാൻ എടുക്കുന്നതെങ്കിൽ ഇതിൻ്റെ പ്രത്യേകത എന്താ ശ്രദ്ധിച്ചോ? 23 ഇവിടെ അവൈലബിൾ ആണ്. 21 എന്ന് പറയുന്ന ഫേസും 26 എന്ന് പറയുന്ന ഫേസും 21 പറയുന്നതും 26. 2 ഫേസ് ഇതിൻ്റെ ഉള്ളിൽ എന്താണ്? കോമൺ ആണ്. അങ്ങനെ വരുന്ന സമയത്ത് ഇതുപോലുള്ളൊരു കിട്ടിയാൽ ഇത് പിന്നെ എഴുതാനൊന്നും നിൽക്കണ്ട. ബാക്കി ഏതാണോ
ബാക്കി കിടക്കുന്നത് അത് രണ്ടും തമ്മിൽ ഓപ്പോസിറ്റ് ഫേസസ് ആയിരിക്കും. വിച്ച് മീൻസ് 24ൻ്റെ ഓപ്പോസിറ്റ് 23 ആയിരിക്കും. ഏത് ഫിഗർ വേണമെങ്കിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. സോ വിച്ച് മീൻസ് ഫൈനൽ ആൻസർ D24 വരും. Which of the following group of letter when sequentially placed from left to right will complete the given series? ഒരുപാട് ലെങ്തി ആയിട്ടൊക്കെ തോന്നുമെങ്കിലും സിമ്പിൾ സാധനമാണ്. ജസ്റ്റ് നോക്കിയാൽ മനസ്സിലാവും ഇത് തമ്മിൽ എന്തെങ്കിലും റിലേഷൻ ഉണ്ടാവും. എവിടെയെങ്കിലും ഒരു പാർട്ടിലെത്തുന്ന സമയത്ത് അത് പിന്നെ റിപ്പീറ്റ് ചെയ്ത് വരുന്നതായിരിക്കും. അതെവിടെ നിന്ന് കണ്ടുപിടിക്കാൻ പറ്റിയാൽ ബാക്കിയുള്ള നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. ഒന്ന് നോക്കിയാൽ മനസ്സിലാവും. JKLMNO JKLMNO. സോ വിച്ച് മീൻസ് ഇവിടെയാണ് പാർട്ടീഷൻ വരുന്നത്. JKLMNO വിച്ച് മീൻസ് ഇനിയിപ്പോൾ അടുത്ത് എന്താ JKLMNO എന്ന് പറയുന്ന ഒരു സീരീസ് റിപ്പീറ്റ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുകയല്ലേ ചെയ്യുന്നത്. സോ നോക്കുന്ന സമയത്ത് എന്ത് വരും? JKLMNO JKLMNO ഒഴിഞ്ഞു. JKLMNO. ബാക്കി ഇപ്പോൾ നമ്മളിപ്പോൾ ഫില്ല് ചെയ്തിരിക്കുന്ന സാധനങ്ങൾ ഏതൊക്കെയാ? K എഴുതി, L എഴുതി, N എഴുതി, O എഴുതി. ചോദിച്ചിരിക്കുന്നത് KLNO. ഓപ്ഷൻ ബി കഴിഞ്ഞല്ലോ. എന്നാൽ അടുത്ത ക്വസ്റ്റ്യനിലോട്ടേക്ക് വരാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് നമ്പർ വിൽ റീപ്ലേസ് ക്വസ്റ്റ്യൻ മാർക്ക് ഇൻ ദ ഗിവൺ സീരീസ്? ഒരു സീരീസ് തന്നിട്ടുണ്ട്, അതിനുള്ളിൽ ക്വസ്റ്റ്യൻ മാർക്ക് വന്നിരിക്കുന്നത് ഏതാണെന്ന് കണ്ടുപിടിക്കണം. സോ സിമിലർലി എല്ലാ തവണയും ചെയ്യുന്ന പോലെ തന്നെ ഡീകോഡിങ് എന്താണ് ആ ഓരോ നമ്പേഴ്സും തമ്മിലുള്ള റിലേഷൻ എന്ന് നോക്കിയാൽ മതി. 8ഉം 18ലോട്ടേക്ക് നോക്കുന്ന സമയത്ത് എന്താ ഉള്ളത്? +10 ആഡ് ആയതല്ലേ. 18ഉം 30ലോട്ടേക്ക് നോക്കുന്ന സമയത്ത് എന്താ 20 ആഡ് ആയതല്ലേ. 38 78ലോട്ടേക്ക് നോക്കുമ്പോഴോ +40 40 ആഡായി. 78 158ലോട്ടേക്ക് നോക്കിയാൽ എത്ര ആഡ് ആയത്? 80 ആഡ് ആയതാണ്. അപ്പോൾ എന്താ സംഭവിച്ചിട്ടുള്ളത്? 10 20 40 80 പറഞ്ഞ് പോയിട്ടുള്ളതാണ്. എന്താ സംഭവം? × 2 ചെയ്ത് കിട്ടിയ സാധനമല്ലേ തൊട്ടടുത്തത്. അപ്പോൾ 80 × 2 ചെയ്താൽ ഏത് കിട്ടണം? 160 കിട്ടണം ഇവിടത്തോട്ടേക്ക്. എന്ന് വെച്ചാൽ 158ൻ്റെ കൂടെ 160 ആഡ് ചെയ്ത് വരണം. അതാണ് നമ്മുടെ ഫൈനൽ ആൻസർ. അപ്പോൾ 813 318 എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നമുക്കുണ്ടോ? ഓപ്ഷൻ എ. അടുത്ത ക്വസ്റ്റ്യനിലോട്ടേക്ക് വരാം. തൊട്ട് പിന്നെ നമ്മൾ ചെയ്ത പോലെ തന്നെയുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഇൻ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ സെലക്ട് ദ ഫിഗർ വിച്ച് ക്യാൻ ബി പ്ലേസ് അറ്റ് ദ സൈൻ ഓഫ് ക്വസ്റ്റ്യൻ മാർക്ക് ഫ്രം ദ ഗിവൺ ഓൾട്ടർനേറ്റീവ്. 4 ഓപ്ഷൻ ഉണ്ട്. അതിനുശേഷം ഒരു ക്വസ്റ്റ്യൻ മാർക്ക് തന്നിട്ടുള്ളൊരു കള്ളിയുണ്ട്. അതിലോട്ടേക്ക് ആഡ് ആവാൻ വരേണ്ട പിക്ചർ ഏതാണ്? സിമ്പിളാണ്. ആ ലൈൻസ് ഇതാ 1 2 ലൈൻസ് 3 ലൈൻസ് 4 ലൈൻസ്. സോ ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനൊരു ഫിഗർ എന്തായാലും കയറും. 5ാമതൊരു ലൈൻസ് എവിടെ വേണമെങ്കിലും ആക്ച്വലി വരാൻ കേട്ടോ. വേണമെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ നോക്കിയിട്ട് ചെയ്യാവുന്നേ ഉള്ളൂ. ഇവിടെ വരാൻ പാടുണ്ടോ? കുഴപ്പമൊന്നുമില്ല ആക്ച്വലി. പക്ഷെ ആ ഒരു ചോയ്സ് നമുക്കില്ല. പക്ഷേ ഇവിടെ വരുന്നൊരു ചോയ്സ് ഉണ്ടോ? ഉണ്ട്. ഓപ്ഷൻ എ. അടുത്ത ക്വസ്റ്റ്യനിലോട്ടേക്ക് വരാം. സെലക്ട് ദ ക്യൂബ് വിച്ച് കനോട്ട് ബി ഫോംഡ് ഓൺ ഫോൾഡിങ് ദ ഗിവൺ ഷീറ്റ്. ക്വസ്റ്റ്യൻ ഇത്രയേ ഉള്ളൂ. ഈ ഒരു ഷീറ്റിൽ തന്നിരിക്കുന്നത് ഷീറ്റ് ഒന്ന് ഫോൾഡ് ചെയ്തെടുത്താൽ ഒരു ക്യൂബ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതിൻ്റെ ഉള്ളിൽ ഫേസസ് ആവാൻ സാധ്യതയില്ലാത്തത് ഏതെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അതിനു മുന്നേ നമുക്ക് അറിയേണ്ട ഒരു കുഞ്ഞു ബേസിക് കാര്യം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ അവൈലബിൾ ആയിട്ടുള്ളൊരു ഷീറ്റിൻ്റെ ഏതൊക്കെ ഫേസസ് തമ്മിലായിരിക്കും ഓപ്പോസിറ്റ് വരുന്നത്? ഈ വിങ്സ് ആയി നിൽക്കുന്ന ഈ രണ്ടും തമ്മിൽ ഓപ്പോസിറ്റ് ഫേസസ് ആയിരിക്കും. ഓൾട്ടർനേറ്റീവായിട്ട് സ്ട്രെയിറ്റ് ആയി നിൽക്കുന്നതിൽ ഓൾട്ടർനേറ്റീവായിട്ട് വരുന്ന ഫേസസ് ഓപ്പോസിറ്റ് ആയിരിക്കും. അതൊന്ന് ജസ്റ്റ് ഇങ്ങോട്ടേക്ക് മാറ്റി എഴുതുന്നതാണ്. ഓപ്പോസിറ്റ് ഫേസസ് മാത്രം ഞാനിവിടെ മാറ്റിയെന്ന്. ഇവിടെ പ്ലസിന് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന സാധനം ഏതായിരിക്കും? പെർസെൻറ്റേജ് ആണ് വരുന്നത്. മൈനസിന് എക്സ്ക്ലമേറ്ററി ഓപ്പോസിറ്റ് ഫേസ് ആയിട്ട് വരും. വിച്ച് മീൻസ് നമ്മൾ ഇങ്ങനെ വരുന്ന സമയത്ത് ഫോൾഡ് ചെയ്ത സമയത്ത് ഏതെങ്കിലും ഒരു ഫേസ് മാത്രമേ ഈ രണ്ടെണ്ണത്തിൽ ഒരൊറ്റൊന്ന് മാത്രം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ രണ്ടെണ്ണത്തിൽ ഏതെങ്കിലും ഒരെണ്ണം മാത്രമേ ഈ ഒരു ആംഗിളിൽ ഒരു ഡൈസ് നോക്കുന്ന സമയത്ത് കാണുകയുള്ളൂ. എക്സാക്ട്ലി ഈ ഷീറ്റ് കൊണ്ട് ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ഡൈസ് ആണെങ്കിൽ. അപ്പോൾ നമുക്ക് നോക്കാം. ഒന്നാമത്തെ ഓപ്ഷൻ്റെ ഉള്ളിൽ പെർസെൻറ്റേജ് ഉണ്ട്, പ്ലസ്സും ഉണ്ട്. പെർസെൻറ്റേജും പ്ലസ്സും സെയിം ഫിഗറിൽ തന്നെ വരുന്നു. മീൻസ് അത് ഓപ്പോസിറ്റ് ഫേസ് അല്ല. പെർസെൻറ്റേജ് ഇവിടെ ആണെന്നുണ്ടെങ്കിൽ ഓപ്പോസിറ്റ് ഫേസ് പറഞ്ഞാൽ നമ്മൾ ഈ കാണാത്ത ഈ ഭാഗത്തല്ലേ പ്ലസ് വരേണ്ടത്. സോ ഇങ്ങനൊരു ഡൈസ് ക്രിയേറ്റ് ആവില്ല. അപ്പോൾ ക്രിയേറ്റ് ആവാത്തത് ഏതാണെന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്.
ഫൈൻ ഓപ്ഷൻ എ. ജസ്റ്റ് ഒരു ഓപ്ഷൻ സി മാത്രം എടുത്തുകൊണ്ട് ആവുന്നത് എങ്ങനെയെന്ന് പറയുന്നതാണ്. നോക്കിക്കോ, ദ എക്സ്ക്ലമേറ്ററി ഇവിടെ ഒന്നുണ്ട്. ഇതിൽ നെഗറ്റീവ് ഈ ഭാഗത്ത് ഏതെങ്കിലും പിക്ചർ വരുന്നുണ്ടോ? വരുന്നില്ല. ഈ രണ്ടാമത്തെ ഇതിൽ നോക്കുന്ന സമയത്ത് ഇതിൻ്റെ ഉള്ളിൽ നിന്നൊരു പെർസെൻറ്റേജ് വരുന്നുണ്ട്, അതൊക്കെ. ഇതിനുള്ള പ്ലസ് വരുന്നുണ്ടോ? കിട്ടുന്നില്ല. മൂന്നാമത്തെ നോക്കുന്ന സമയത്ത് ഈ ഒരു പോർഷൻ വരുന്നുണ്ട്, 0 എന്ന് ഇട്ട് വെച്ചിരിക്കുന്ന ആ ഒരു പോർഷൻ വരുന്നുണ്ട്. സോ ഇങ്ങനൊരു ഡൈസ് ക്രിയേറ്റ് ആവാം. ജസ്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ. അടുത്ത ക്വസ്റ്റ്യനിലോട്ടേക്ക് വരാം. വിച്ച് 2 നമ്പർ ഷുഡ് ബി ഇൻ്റർചേഞ്ച്ഡ് ടു മേക്ക് ദ ഗിവൺ ഇക്വേഷൻ കറക്റ്റ്? തന്നിരിക്കുന്ന ഒരു ഇക്വേഷനുള്ളിൽ ഇതിൻ്റെ ഉള്ളിൽ 4 ഓപ്ഷനുള്ളിൽ ഏത് നമ്പേഴ്സ് മാറ്റിയാലാണ് ഈ ഇക്വേഷൻ കറക്റ്റ് ആവുക? ചെയ്യാൻ വേണ്ടി ഒന്ന് മാറ്റി ഇങ്ങോട്ടേക്ക് എഴുതുന്നതാണ്. 8 × 9 ഡിവൈഡഡ് ബൈ 4 + 5 - 3 = 2. ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് ബോർഡ് മാസ് കൺസെപ്റ്റ് തന്നെയാണ്. അഗെയിൻ ഞാൻ പറയുകയാണ്, നമുക്കിവിടെ ബ്രാക്കറ്റ് ഓർഡേഴ്സും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് അടുത്തത് ഓൺവേർഡ്സ് നോക്കിയാൽ മതി. ഡിവിഷൻ മൾട്ടിപ്ലിക്കേഷൻ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ടേക്കാണ് വരുന്നത്. ആദ്യത്തെ ഇൻ്റർചേഞ്ച് ചെയ്യുന്ന സാധനം ഏതാണ്? 8ഉം 4ഉം തമ്മിൽ ഇൻ്റർചേഞ്ച് ചെയ്യാണ്. 8ന് പകരം 4 എഴുതുന്നു, 4ന് പകരം 8 എഴുതുന്നു. ദാറ്റ്സ് ഓൾ. ഇനി ബാക്കി മുഴുവൻ ചെയ്യേണ്ട ആവശ്യമുണ്ടോ ഇല്ലയോ എന്നുള്ളത് പറയാം. സോ ഇവിടെ നോക്കുന്ന സമയത്ത് തന്നെ മനസ്സിലാവും, 4 × 9 ഡിവൈഡ് ബൈ 8. ഈ 4ഉം 8ഉം കട്ട് ചെയ്ത് പോകുന്ന സമയത്ത് ഇത് 2 ആയി മാറി. വിച്ച് മീൻസ് ഇത് 9/2 എന്ന് പറയുന്നൊരു ഫ്രാക്ഷനാണ്. പിന്നെ മുന്നോട്ടേക്ക് നോക്കണ്ട, അത് എങ്ങനെ ആഡ് ചെയ്ത് മൈനസ് ചെയ്ത് വന്നാലും ഇതുപോലൊരു ആൻസർ അവിടെ കിട്ടാൻ വരുന്നില്ല. സോ ഓപ്ഷൻ എ നമുക്ക് അവിടെ നിന്ന് സ്കിപ്പ് ചെയ്യാം, കംപ്ലീറ്റ് ചെയ്യാതെ സ്കിപ്പ് ചെയ്യാം. അടുത്ത ഓപ്ഷനിലോട്ടേക്ക് വരുന്നപ്പോൾ 2ഉം 5ഉം തമ്മിൽ മാറ്റാണ്. 5ന് പകരം 2, 2ന് പകരം 5. ബാക്കിയുള്ള കാര്യങ്ങളൊന്ന് നോക്കിയാലോ. 4 ഡിവൈഡ് ബൈ 9 × 8. അഗെയിൻ നോക്കുകയാണ്, 8/8ഉം ഇതും 2 തവണ പോകുന്നു. 9 × 8 18 + 2 20 -3 17 കിട്ടുന്നത്. നോട്ട് ഈക്വൽ ടു 5. സോ LHSഉം RHSഉം സെയിം അല്ല, അതുകൊണ്ട് ഓപ്ഷൻ 2ഉം അല്ല. അടുത്ത ഓപ്ഷനിലോട്ടേക്ക് നമ്മൾ വന്നപ്പോൾ പോവാണ്. 3ഉം 9ഉം തമ്മിലൊന്ന് ഇൻ്റർചേഞ്ച് ചെയ്താലോ. 3 ഇവിടെ വരുന്നു, 9 ഇവിടത്തോട്ടേക്ക് വരുന്നു. 5 പ്ലസ് ബാക്കി തന്നിരിക്കുന്ന സാധനം എന്താണോ അതിങ്ങോട്ടേക്ക് മാറ്റി എഴുതുന്നു. ദാറ്റ്സ് ഓൾ. ചെയ്ത് നോക്കുകയാണ്. 8ഉം 4ഉം തമ്മിൽ ഡിവിഷൻ വരുന്ന സമയത്ത് × 2 × 3 എത്രയാ? 6 + 5 - 9 എത്ര വരുന്നത്? 6ഉം 5ഉം 11. 11 - 9 എത്രയാ? 2. സെയിം അല്ലേ? LHS = RHS നമുക്ക് കിട്ടി. ഓപ്ഷൻ സി ആണ് ആൻസർ. സോ ഇതോടുകൂടി നമ്മുടെ ഈ ഒരു സെക്ഷൻ അവസാനിപ്പിച്ചിരിക്കുകയാണ്. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ് ട്യൂട്ട് ആൻഡ് ഹാവ് എ നൈസ് ഡേ.